സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരുപാട് ആളുകൾ സ്വർണം പറയുന്നുണ്ട്. സ്വർണ്ണം മോതിരമൊക്കെ തരാൻ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു അവർക്കൊക്കെ സ്വർഗീയ ആഭരണങ്ങൾ അണിയാൻ അള്ളാഹു തൗഫീഖ്. ഞാൻ കൂടുതൽ അത് പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് ആളുകൾ തരുന്നതൊക്കെ ഇൻഷാ അല്ലാഹ് കബൂലാക്കും. അത്തിബർ ഉസ്താദിൻ്റെ പേരുള്ള ആ സ്ഥാപനത്തിലേക്ക് ഉസ്താദിനെ സ്നേഹിച്ചിട്ട് ഉസ്താദിന് മുഹബ്ബത്ത് വെച്ചിട്ട് തരുന്നത് പൈസയാണ്, അല്ലെങ്കിൽ സ്വർണ്ണമാണ്. ആരോടും നമ്മൾ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഇന്നലെ ഖലീലുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ ഒരാളോടും പൈസ നിർബന്ധിച്ച് വാങ്ങരുത്. ഞാനിവിടെ വയതിൽ വന്നപ്പോൾ നൗഷാദ് ബാക്കിനോടും ഖലീലുദ്ദീനോടും അതേപോലെ വന്ന ഉസ്താദ്മാരോടൊക്കെ ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ നല്ലൊരു വയല് പറഞ്ഞാൽ മതി. ഇവർക്കാർക്കും അത് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് നല്ലൊരു വയല് പറഞ്ഞാൽ മതി. നിങ്ങൾ നിർബന്ധമായിട്ടൊരു പിരിവ് വിൽക്കരുത്. നിർബന്ധമായിട്ട് ഒരു 25,000 തരണം, 50,000 തരണം. ആരാ തരാന്ന് വെച്ച് നിർബന്ധിച്ച് ആരെണ്ണം വാങ്ങരുത്. അത് ഉസ്താദിന് ഇഷ്ടമില്ല. ഉസ്താദ് ഒരിക്കലും തരില്ല. ഒരാളോട് നിർബന്ധിച്ച് പൈസയോ പിരിവോ ചോദിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് തരുന്ന 100 രൂപയാണെങ്കിൽ അത് വലുതാണ്. ഒരുമ്മ വന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ടെന്ന് പറഞ്ഞിട്ട് കൈ വറച്ച് തന്നപ്പോൾ നമുക്ക് സന്തോഷമായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ദ്വാരുന്നുണ്ട്. ഇന്നൊരു സഹോദരി, പ്രായമുള്ളൊരു സഹോദരി, ഒരു ഉമ്മ വന്നിട്ട് ഒരു സ്വർണത്തിൻ്റെ വള തന്നിട്ട് പറഞ്ഞു, ഉസ്താദ് ഇത് ഫതുൽ ഫത്തായിലേക്ക് എടുക്കണമെന്ന്. ഇന്നലെ ഇവിടുന്ന് വയല് കേട്ട് പോയൊരു കുട്ടി, 11 വയസ്സുള്ള ഒരു കുട്ടി, തൻ്റെ കമ്മൽ ഊരിയിട്ട് വാപ്പ എടുത്തു പോയിട്ട് പറഞ്ഞു, ഇതിപ്പോൾ ഫതുൽ ഫത്തായി കൊടുക്കണമെന്ന്. അങ്ങനെ തന്ന കുറേ ആളുകളുണ്ട്. ആരും എടുത്ത് പോയിട്ട് നമ്മൾ നിർബന്ധിച്ച് വെച്ചിട്ടില്ല. നിങ്ങളോടും നമ്മൾ നിർബന്ധമായിട്ട് പറയുന്നില്ല. പക്ഷേ ഉസ്താദിനെ ഇഷ്ടപ്പെട്ടിട്ട് ഉസ്താദിനെ സ്നേഹിച്ചിട്ട് ഉസ്താദിനെ മഹബത്ത് വെച്ച ഒരുപാട് ആളുകൾ, ഉസ്താദിൻ്റെ അടുക്കലിരിക്കാൻ ആഗ്രഹിച്ചാൽ അവിടുത്തെ ഈ സ്വർണം വീണ്ടും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അനുജൻ മുഹമ്മദ് വൈസിയാണ് കൊണ്ടുവന്നത്. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ സ്വർണം വരുന്നുണ്ട്. അൽഹംദുലില്ലാ ഉസ്താദിനെ സ്നേഹിച്ചിട്ടാണ്, ഒപ്പയെ സ്നേഹിച്ചിട്ടാണ് തരുന്നതൊക്കെ. ഇൻഷാ അല്ലാഹ് ഒപ്പയുടെ മദത്, ആ സഹായം അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. ഒരു ബുദ്ധിമുട്ടില്ല. കടത്ത് കുടുങ്ങിയവരോടും ധർമ്മം ചെയ്യാൻ പഠിപ്പിച്ചിട്ട് പോയതാണ് ഉസ്താദ്. കടത്ത് കുടുങ്ങിയ ഒരാൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞു, നിങ്ങൾ ധർമ്മം ചെയ്യണമെന്നാ, എന്തെങ്കിലും ഒരു പൈസ കൊടുക്കണമെന്നാ. അതേപോലെ എപ്പോഴും ഉസ്താദ് പറയുന്നതാണ്, നിങ്ങൾ ധർമ്മം ചെയ്യണമെന്ന്. എത്രയാണ് പറഞ്ഞത്? പഞ്ചസാര എടുത്തിട്ട് ഉറുമ്പുകൾക്ക് ഇട്ട് കൊടുക്കെങ്കിലും വേണം, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് മീൻ കൊടുക്കണം, എങ്ങനെയെങ്കിലും ധർമ്മം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു ഉസ്താദാണ്. എപ്പോഴും പറയും കൊടുക്കണമെന്ന്. എന്നോടും പറയില്ല അങ്ങനെ തന്നെ കൊടുക്കണമെന്നാണ്. എൻ്റെ മക്കളോടും പറഞ്ഞത് കൊടുക്കണമെന്നാണ്. അവസാനം ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നീ ആദ്യം അവൻ്റെ കയ്യിൽ മിഠായി കൊടുത്തിട്ട് അമ്മായിക്ക് കൊടുക്കാൻ പറയുക. വീണ്ടും ഓടി വന്ന ചെറിയ കുട്ടിയാ, അവൻ്റെ കയ്യിൽ വീണ്ടും മിഠായി കൊടുക്കുക, വല്യമ്മക്ക് കൊടുക്കാൻ പറയുക. എന്തിനാ അങ്ങനെ പറയുന്നത്? അവന് കൊടുത്ത് ശീലാക്കട്ടെ എന്ന്. എങ്കിലേ അവൻ എന്ത് ചെയ്യുള്ളൂ, ഇനി ഭാവിയിലും എല്ലാവർക്കും പൈസ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ